ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ. ഇത് എന്റെ കയ്യിലുള്ള വിൻക പ്ലാന്റ്സ് ആണ്. ഇത് എന്റെ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് തന്നെയാണ്. അതുപോലെ ഇതും ലാസ്റ്റ് ഇയറിലെ പ്ലാന്റ്. ഇത് സാധാരണ നാടൻ ആ ഒരു വെറൈറ്റിയിലുള്ള പൂവാണ്. വേറെയും ലാസ്റ്റ് ഇയറിലെ പ്ലാന്റ്സിൽ ചിലതിലൊന്നും പൂവ് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ, കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് എന്റെ വിൻകയുടെ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇത് സീസൺ കഴിഞ്ഞപ്പോ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു. അതായത് കണ്ടില്ലേ, നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷം ഉണ്ടായിരിക്കുന്നതാണ് ഈ പുതിയ ബ്രാഞ്ചസ് ഒക്കെ. അപ്പൊ ഈ ലീവ്സിന്റെ ഒക്കെ സൈസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, നന്നായിട്ട് നല്ല ഭംഗിയിൽ ഇത് വളർന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കണ്ടില്ലേ, സീസണിലെല്ലാം ഇതിനകത്ത് നിറച്ച് ഇങ്ങനെ പൂവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു പ്ലാന്റിലും അതുപോലെ തന്നെ ഇതാ നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ വിൻക പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ടൈമാണ് ഇത്. മുഴുവൻ സമ്മറിൽ നന്നായിട്ട് നിങ്ങൾക്ക് പൂവ് ഉണ്ടായി കിട്ടും. പിന്നെ വിന്റർ ആവുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആ ഒരു ഡോമൻസിൽ പോകുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഫ്ലവറിങ്ങും കുറച്ച് കുറവായിരിക്കും അതിന്റെ അകത്ത്. അപ്പൊ നിങ്ങൾ അതൊന്ന് മാറ്റി എവിടെയെങ്കിലും കുറച്ചൊരു തണലത്തോ അല്ലെങ്കിൽ നല്ല തണലത്ത് വെക്കണം എന്നില്ല കേട്ടോ, നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ എവിടെയെങ്കിലും ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഇതുപോലെ അത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഭംഗിയിൽ വീണ്ടും ഫ്ലവറിംഗ് ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് എന്റെ ഈ ഒരു കളർ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ പുതിയത് വാങ്ങിയതാണ്. ഇത് ഒരു 6 ഇഞ്ച് പോട്ടിലാണ് കേട്ടോ ഇത് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അത്യാവശ്യം ഒരു ഗ്രോത്തും ഉണ്ട് ഇതിന്. അതുകൊണ്ട് ഇത് എനിക്ക് 40 റുപ്പീസിനാണ് കിട്ടിയത്. അതുപോലെ ഈ ഒരു പ്ലാന്റും ഈ ഒരു പ്ലാന്റും ഇത് രണ്ടെണ്ണം പോളി ബാഗിൽ, ചെറിയ പോളി ബാഗിൽ ഉണ്ടായിരുന്ന ചെടിയെ. അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടാവാത്ത കളേഴ്സ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങി. ഇത് രണ്ടും കളർ കണ്ടപ്പോ ഇത് ഞാൻ വാങ്ങിയത് 20 റുപ്പീസിന്. അതുപോലെ ഈ 2 ചെടി വേറെയും പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ വാങ്ങിയത് 5 റുപ്പീസിനാണ്. ചെറിയ സീഡ്ലിംഗ് ആയിട്ട് 5 റുപ്പീസിന് വാങ്ങി. അപ്പൊ ഇതുപോലെയുള്ള ചെടികളാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ സമയത്താണെങ്കിലും വാങ്ങി നടാനായിട്ട് നല്ല ടൈമാണ്. കാരണം ഇനിയിപ്പോ കുറച്ച് സമ്മർ മുഴുവൻ, ഇപ്പൊ സമ്മർ തുടങ്ങിയിട്ടേ ഉള്ളൂല്ലോ. ജസ്റ്റ് രാവിലെയൊക്കെ ആ തണുപ്പ് വെച്ച് നോക്കുമ്പോൾ വിന്റർ മാറിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതുപോലെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ സമ്മർ ത്രൂ ഔട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഫ്ലവറിംഗ് ഉണ്ടായി കിട്ടും. അപ്പോൾ ഇത് വിൻക നടാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള നഴ്സറികളിൽ ഇതുപോലെ ഈ ചെടികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി നടുക. അപ്പോൾ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 40 റുപ്പീസിൽ കൂടുതലൊന്നും എന്തായാലും കൊടുക്കേണ്ട ആവശ്യമില്ല. 40 റുപ്പീസും കുറച്ച് കൂടുതൽ വലുതായിട്ടുള്ള ചെടികൾക്കേ ഉള്ളൂ. ബാക്കി പോളി ബാഗിലുള്ളതൊക്കെ നിങ്ങൾക്ക് 20 റുപ്പീസിനാണെങ്കിലും കിട്ടാവുന്നതാണ് അടുത്തുള്ള നഴ്സറികളിൽ നിന്ന്. അതുപോലെ ഇതുപോലെ ചെറിയ സീഡ്ലിങ്സ് ആയിട്ട് സീഡ്ലിംഗ് ട്രേയിൽ കട്ട് ചെയ്ത് അങ്ങനെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ 5 റുപ്പീസിനും ചില സ്ഥലങ്ങളിൽ 10 റുപ്പീസിനും അത്രയ്ക്കൊക്കെ റേറ്റ് ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ സമയത്ത് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.